ഹായ് ഡിയേഴ്സ്, നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കോളിഫ്ലവർ ചില്ലിയാണ്, അതായത് ചില്ലി ഗോബി. ചോറിന്റെ കൂട്ടത്തിൽ കഴിക്കാനോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാനൊക്കെ ഇവൻ അടിപൊളിയാണല്ലോ. അതൊരുപാട് ടേസ്റ്റിൽ, പ്രത്യേകിച്ച് തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ, അതേ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. അതിനൊക്കെയുള്ള മെയിൻ കാരണം നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യാൻ എടുക്കുന്ന സാധനങ്ങളും അതിന്റെ അളവൊക്കെയാണ്. ഇന്നിപ്പോ നമ്മള് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു കോളിഫ്ലവർ എടുത്തിട്ട് ദാ ഈ കാണുന്ന രീതിക്ക് മുറിച്ചെടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ ഉണ്ടല്ലോ, നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് മുറിച്ചെടുത്ത ശേഷം അതിന് വൃത്തിയില് ഒരു 3-4 തവണ നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കുകയെ അതിനുശേഷമാണ് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ചൂടാക്കി എടുക്കാറുള്ളത്. മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളത്തിലിട്ടിട്ട് അത് തിളപ്പിച്ചെടുക്കാറൊന്നുമില്ല. വെള്ളം നല്ല രീതിക്കൊന്ന് ചൂടായി വരുമല്ലോ, അങ്ങനെ ആ വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യും. എന്നിട്ട് കുറഞ്ഞതൊരു 10-15 മിനിറ്റ് സമയമെങ്കിലും ആ ചൂടുവെള്ളത്തിൽ തന്നെ വെച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അതിൽ മിക്സ് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ടേബിൾ സ്പൂൺ അളവില് തൈരും 1 ടേബിൾ സ്പൂൺ അളവില് കാശ്മീർ ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ അളവില് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവില് കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ അളവില് അരിപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. നമ്മളിപ്പോൾ ചേർത്ത പൊടികളെല്ലാം വെള്ളം കൂടെ ഒഴിച്ച് ഒരു പേസ്റ്റ് രൂപത്തിൽ വരുമല്ലോ. ഈ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ, അതുകൂടെ ചേർക്കാം. കോളിഫ്ലവർ ചേർത്തുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ, നമ്മളത് കഴുകിയെടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ നനവില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് വേണം ഇതിനകത്തേക്ക് ഇടാൻ. കോളിഫ്ലവറിന്റെ എല്ലാ സൈഡിലേക്കും മസാലയൊക്കെ വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറഞ്ഞതൊരു അരമണിക്കൂർ സമയമെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണേ. അപ്പോഴാണല്ലോ അതിനകത്ത് മസാലയൊക്കെ പിടിച്ച് സെറ്റായി വരിക. അതിനുശേഷം വെളിച്ചെണ്ണയോ കുക്കിംഗ് ഓയിലോ ഏതാണ് ഓയിൽ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് ചൂടായി വരണ സമയത്ത് അതിലേക്ക് ഇതുപോലെ ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ അല്ലാതെ കൂടുതൽ എണ്ണയിലിട്ട് മുക്കി പൊരിച്ചും എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു സൈഡ് കുക്കായി നമ്മൾ തിരിച്ചിട്ട് കൊടുക്കൂലോ, അതിന്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർക്കാറുണ്ട്. തിരിച്ചിട്ട് കൊടുത്ത് ഫുള്ളായി ഫ്രൈ ആയി വരുമ്പോഴത്തേനും കറിവേപ്പിലിന്റെയും പച്ചമുളകിന്റെ എല്ലാം ഫ്ലേവർ അതിനകത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യാനും വിട്ടുപോവല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.